മലബന്ധമാണ് പ്രശ്നം. ശരിയായ രീതിയിൽ ശോധന കിട്ടുന്നില്ല. ഇനി ശോധന കിട്ടിയാൽ തന്നെ ഒരു തൃപ്തികരമല്ലാത്ത പല ആളുകളുണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി പലതരത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. മെഡിസിൻസ് സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അവർക്കുള്ളതാണ്. ഒരു 10 കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ശോധന നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ റിലീഫ് കിട്ടുന്ന രീതിയിലേക്ക് ഒരു മെഡിസിൻ എടുക്കാതെ, ഒരു സപ്ലിമെൻറ്റ് കഴിക്കാതെ തന്നെ അത് കംപ്ലീറ്റ് ഹീലാക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു 10 കാര്യങ്ങളാണ് ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശോധനക്കുറവുള്ള ആളുകൾ, പിന്നെ നല്ല രീതിയിൽ ശോധന കിട്ടണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ, മലബന്ധമുള്ള പ്രയാസമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ പറയുന്ന വീഡിയോ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഇതിന് സമ്പൂർണ്ണമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. നമുക്കറിയാം, ഒരു 35-40 വയസ്സായിട്ടുള്ള മിക്ക സ്ത്രീയാകട്ടെ പുരുഷന്മാരാകട്ടെ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അത് ശരിയായ രീതിയിൽ തൃപ്തികരമല്ലാത്ത രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ശോധന പോകുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ടാബ്ലറ്റ് എടുക്കാൻ ഡെയിലി ടാബ്ലറ്റ് എടുക്കും ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. ഒന്ന് എടുത്തപ്പോൾ നല്ലൊരു ആശ്വാസം തോന്നി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കോൺസ്റ്റിപ്പേഷൻ വന്ന് വീണ്ടും ടാബ്ലറ്റ് എടുത്തു. പിന്നെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് എന്ത് ചെയ്യും, ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്ന രീതിയിലേക്ക് മാറും. പിന്നീട് അത് എന്താകും, ടാബ്ലറ്റ് എടുത്താലേ പോകൂ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ബോഡി ചേഞ്ച്ഡ് ആകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടാബ്ലറ്റ് എടുക്കുന്ന ആളുകളും എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളും കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും ഈ 10 കാര്യം, ഞാനിവിടെ പറയാൻ പോകുന്ന 10 കാര്യങ്ങളൊന്ന് പരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ല മാറ്റം കിട്ടുന്നതാണ്. നിങ്ങളുടെ ബോഡി ഹെൽത്തി ആകുന്ന വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത് വാട്ടർ ഇൻടേക്ക് കൂട്ടുക എന്നുള്ളത്, വെള്ളം കൂടി കൂട്ടുക എന്നുള്ളത് പറയാം. അതായത് നമ്മുടെ മലം ഹാർഡായിട്ട് പോകുന്നത്, കട്ടി പിടിച്ച് പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, മലം നല്ല രീതിയിൽ സോഫ്റ്റ് ആയാൽ ഈസി ആയിട്ട് തടസ്സങ്ങളില്ലാതെ ശരിയായ രീതിയിൽ പുറത്തേക്ക് പോവുള്ളൂ. പക്ഷേ വെള്ളം കൂടി കുറവാണ്. നമ്മൾ ചിലപ്പോൾ കുടിക്കുന്നതാണെങ്കിൽ തന്നെ ചായയും കോഫിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൂടി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ബോഡി എന്ത് ചെയ്യും, കൂടുതലായിട്ട് വെള്ളം ബോഡി അബ്സോർബ് ചെയ്യണം. മലം നല്ല രീതിയിൽ ഹാർഡായിട്ട് ഓവറായിട്ട് കട്ടി പിടിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകില്ല. ടെൻഡൻസി വന്നാൽ തന്നെ നമുക്ക് ശോധന കിട്ടില്ല. നമ്മൾ ടോയ്ലറ്റിൽ പോയിരിക്കും, നല്ല സിവിയർ പെയിൻഫുള്ളായിട്ട് വേദന എടുക്കും. അപ്പോൾ എവിടെയാണ് നമ്മൾ ആ ഒരു ഫിഷർ വരിക, അതുപോലെ ഫിസ്റ്റുലിൻ്റെ പ്രശ്നങ്ങൾ വരിക, അതുപോലെ തന്നെ ഫിസ്റ്റുലിൻ്റെ പ്രശ്നങ്ങൾ വരിക, അതുപോലെ പൈൽസിൻ്റെ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ദിവസവും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അത് എത്ര കുടിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 2.5-3 ലിറ്റർ ആവറേജ് എന്ത് ചെയ്യണം, ഒരാൾ കുടിക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പുറത്ത് പണിയെടുക്കുന്ന ഒരാളെ, വെയിൽ കൊള്ളുന്ന ആളുകളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, വെള്ളം കൂടി കൂട്ടാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ ഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിൽ നിലനിർത്താൻ പറ്റും. മലം സോഫ്റ്റ് ആകാൻ അത് സഹായിക്കും. ഈസി ആയിട്ട് മലം പോകാൻ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത്. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കഴിക്കുക. ചീര, മുരിങ്ങ, പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ ഇലക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ബെനിഫിറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, മലം നല്ല രീതിയിൽ സോഫ്റ്റ് ആകും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വെള്ളം നല്ല രീതിയിൽ സോഫ്റ്റ് ആകാനും മലം സോഫ്റ്റ് ആകാനും സഹായിക്കുന്ന ഒരു ഘടകമാണെന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ഫൈബർ എന്ന് പറയുന്നത്. ഈ നല്ല ഫൈബർ നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഈ മലം നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഫൈബർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം അബ്സോർപ്ഷൻ കൂട്ടാനും വെള്ളം നിലനിർത്താനും അത് നന്നായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം, പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഉണ്ടെങ്കിൽ ഉൾപ്പെടും. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ പേരക്ക നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ അത്തിപ്പഴം നല്ലൊരു ഓപ്ഷൻസാണ്. അതുപോലെ അവോക്കാഡോ പോലെ നല്ല അത് ഫ്രൂട്ട്സുകൾ ഓപ്ഷനാണ്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സുകൾ നല്ലൊരു ഓപ്ഷനാണ്. ഇതൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കഴിക്കുക. അതുപോലെ മുന്തിരി, മുസമ്പി, മാങ്ങ പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മളെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക. ഫൈബറിൻ്റെ കണ്ടൻറ്റ് ഒന്ന് ഇമ്പ്രൂവ് ആക്കാനൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, റെഗുലറായിട്ട് എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ഇപ്പോൾ പൊതുവായിട്ട് ഇത് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ആർക്ക് കാണാറുണ്ടാകാം, ഈ ഒരു സെഡൻറ്ററി
ലൈഫുള്ള ആളുകൾക്ക്, അതായത് ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിട്ട് ജോലി ചെയ്യുന്ന ഓഫീസ് വർക്കുകൾ ചെയ്യുന്ന ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ നല്ല രീതിയിൽ കൂടുന്നുള്ളത്. അതായത് ബോഡിയിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ മസ്കുലർ ആക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ബോഡി നല്ല മസിൽക്കുലർ ആക്ടിവിറ്റി ഉണ്ടാകുന്ന സമയത്താണ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുക, അതുപോലെ ഹോർമോൺ പ്രൊഡക്ഷൻസൊക്കെ പലതും ഇമ്പ്രൂവ് ആകുന്നത്, അതുപോലെ എനർജി കൂട്ടുന്നത്, നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസം ഒക്കെ ഒന്ന് നല്ല രീതിയിൽ പ്രോപ്പർ ആകുന്നതൊക്കെ ഈ മസ്കുലർ മൂവ്മെൻറ്റ് കൂട്ടുന്ന സമയത്താണ്. അപ്പോൾ നമ്മളൊരു ഭാഗത്ത് കൂടുതൽ ചടഞ്ഞിരിഞ്ഞ് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നില്ല, മൂവ്മെൻറ്റ് കൈയും കാലം ഇളകുന്നില്ല, അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഇൻറ്റസ്റ്റൈനലും മസിലുകളും വീക്കായിട്ട് പോകും. നമ്മൾ ഈ എക്സസൈസുകൾ നല്ല രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഓവറോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സ് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ ദിവസം എക്സസൈസ് ഒക്കെ ചെയ്യുക, പ്രത്യേകിച്ച് അബ്ഡോമിനൽ റീജിയണിൽ നല്ല മസ്കുലർ ആക്ടിവിറ്റി കൂട്ടുന്ന എക്സസൈസുകൾ നല്ലോണം ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ എന്ത് ചെയ്യുക, നല്ലോണം ചെയ്യുക. യോഗ പോലെയുള്ള നല്ല പോസ്ചറുകൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ് കൂട്ടാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ എക്സസൈസ് നമ്മൾ നല്ലോണം സഹായിക്കുക. അപ്പോൾ മൂവ്മെൻറ്റ് കൂടുന്ന സമയത്താണ്, അല്ലെങ്കിൽ അത് പ്രോപ്പർ ആകുന്ന സമയത്താണ് ഈ കോൺസ്റ്റിപ്പേഷൻ മാറിയിട്ട് നല്ല നോർമൽ ഒരു ടോയ്ലറ്റിങ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ദിവസം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മൾ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം അതിനെ ഒന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിപ്പോൾ പല ആളുകളുണ്ട് 8 മണിക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളത് ഒരു നിർബന്ധിത, അല്ലെങ്കിൽ അതൊരു ചിട്ടയായിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ലതാണ്, നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്കിന് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഒരു എക്സാക്റ്റ് ടൈം എന്ത് ചെയ്യുക, നമ്മൾ ടോയ്ലറ്റിങ്ങിൽ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊരു റീസൺ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ടോയ്ലറ്റിങ്ങിന് നിങ്ങൾക്ക് ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പിടിച്ചു വെക്കരുത്. അത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അതായത് ടോയ്ലറ്റ് പോകാൻ തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യില്ല, ടീച്ചറോട് ചോദിക്കില്ല, മടിയായിരിക്കും ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുന്നത്. എന്നിട്ട് അത് ക്ലാസ് കഴിയുന്നവരെ പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ചിലപ്പോൾ നമ്മൾ ട്രാവലിംഗ് ഒക്കെ വന്ന് ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെയും പ്രശ്നമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മളെ ബാധിക്കും. പ്രത്യേകിച്ച് ഇത് സ്ഥിരമാക്കുന്നതിൽ വളരെ നല്ല രീതിയിൽ അൺഹെൽത്തി ആകുന്നൊരു ഒരു സംഗതിയാണ്. ടോയ്ലറ്റിങ്ങിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ആ ഒരു സമയത്ത് തന്നെ ടോയ്ലറ്റ് കിടക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാതെ നമ്മുടെ ഇമ്പൾസ്, നമ്മുടെ ബോഡി മെക്കാനിസത്തിലൊക്കെ അത് മാറ്റങ്ങൾ വരും. പിന്നെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ സെൻസേഷനിലൊക്കെ എന്ത് ചെയ്യും, മാറ്റങ്ങൾ ഗ്രാജുവലി വരും. അപ്പോൾ സമയത്തിന് ടോയ്ലറ്റിൽ പോകാണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റു നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പ്രോസസ്ഡ് ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇന്ന് പലരും നമ്മൾ അൽഫാം ആകട്ടെ, കുഴിമന്തി ആകട്ടെ, പിന്നെ അങ്ങനെയുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളും ബേക്കറി ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു ബെനിഫിറ്റ്, ഒരു നഷ്ടം അല്ലെങ്കിൽ പ്രയാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഇൻഫ്ലമേഷൻ നല്ലോണം ഉണ്ടാക്കും. നമ്മുടെ ഒരു പൊതുവേ നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻറ്റസ്റ്റൈനിലെ കണ്ടീഷൻ കംപ്ലീറ്റ് ഡാമേജഡ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും മുറിവുണ്ടാകാനും നീർക്കെട്ടുകൾ ഉണ്ടാകാനും അതുമൂലം കോൺസ്റ്റിപ്പേഷൻ വരുന്ന ഒരു സാഹചര്യം വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സസൈറ്റ് സോൾട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപ്പിലിട്ടതുപോലെയുള്ള ഭക്ഷണങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുമുള്ള ഈസിലി ഡൈജസ്റ്റബിൾ ആകുന്ന ഫുഡുകൾ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കഴിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റ് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഇന്ത്യൻ ടോയ്ലറ്റ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ ചുറ്റുവട്ടത്തൊക്കെ പൊതുവേ എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഇന്ത്യൻ ടോയ്ലറ്റ് പാടേ അവോയ്ഡ് ചെയ്യുകയും യൂറോപ്യൻ ടോയ്ലറ്റായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി നാച്ചുറൽ ആയിട്ട് ഒരാൾക്ക് ഡെഫിക്കേഷൻ അല്ലെങ്കിൽ ടോയ്ലറ്റിങ്ങിൽ കറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഇന്ത്യൻ ടോയ്ലറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യൂറോപ്യൻ ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ മലം പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം അവിടെ ഇല്ല, കുറവാണ്. പക്ഷേ ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്ത് അവിടെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മലം പുറത്തേക്ക് തള്ളാൻ സഹായിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കാൻ പ്രയാസമോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു പിടി എന്ത് ചെയ്യുക, സൈഡിൽ ചുമരിൽ വെക്കുക, അല്ലെങ്കിൽ കയറ് കെട്ടി തൂക്കാം. എന്നിട്ട് ആദ്യമേ എന്തെങ്കിലും ബലം കൊടുത്തിട്ടെങ്കിൽ ഇരുന്നിട്ട് സാധാ ടോയ്ലറ്റിൽ ഇരിക്കാൻ ശീലിക്കുക എന്നുള്ളത്, എങ്കിലേ നമുക്ക് പ്രോപ്പറായിട്ട് പോവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെയാണ് അബ്ഡോമിനൽ മസാജ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത്, ഞാൻ നേരത്തെ എക്സസൈസ് പറഞ്ഞു എന്നതുപോലെ തന്നെയാണ് അബ്ഡോമിനൽ റീജിയൻ, വയറിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള മസാജ് ചെയ്യുക. ഈ മസാജ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മൂവ്മെൻറ്റ് കൂട്ടിയെടുക്കാനും മസ്കുലർ മൂവ്മെൻറ്റ് കൂട്ടിയെടുക്കാനും സ്റ്റിമുലേഷൻ കൂട്ടാനും ഇൻറ്റസ്റ്റൈനൽ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ്
കുടലിൻ്റെ മൂവ്മെൻറ്റ് കൂട്ടാൻ എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള മസാജ് നല്ലോണം രീതിയിൽ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് സിമ്പിളായിട്ടുള്ള ലാക്സേറ്റീവുകൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നാച്ചുറലി നമുക്ക് കിട്ടുന്ന സംഗതികളുണ്ട്, അത് യൂസ് ചെയ്യണം. ഇപ്പോൾ ചിയാ സീഡ് നല്ല ഗുഡ് ഫൈബറാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ രാത്രി കുറച്ചൊരു ടീസ്പൂണൊക്കെ വെള്ളത്തിലിട്ട് രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നല്ല വെള്ളം രാവിലെ എണീറ്റുടനെ തന്നെ നല്ല ഒരു 1-2 ഗ്ലാസ് നല്ല പ്ലെയിൻ വാട്ടർ കുടിക്കാൻ ശ്രദ്ധിക്കുക. അത് മിക്ക ആളുകൾക്കും ഗുണകരം ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ചില ആളുകൾ ചുടുവെള്ളം കുടിക്കുന്നവരുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഓവർ ചൂടാകരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. അത് സ്ഥിരമായിട്ട് കുടിക്കുന്നത് അത്ര നല്ലതല്ല. അമിതമായിട്ട് ചൂടുള്ളത് വെറും വയറ്റിൽ കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ അത്തിപ്പഴം വളരെ നല്ലൊരു ഓപ്ഷൻ. ഒരു 3-5 അത്തിപ്പഴം എന്ത് ചെയ്യുക, കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ടുക. എന്നിട്ട് ഒരു എന്നിട്ട് രാത്രി ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ എന്ത് ചെയ്യുക, ഈ അത്തിപ്പഴം ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കാൻ, ആ ഒരു വെള്ളം നന്നായിട്ട് കുടിക്കാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പൊതുവെ പറയുന്ന നമ്മളെ ഉണക്കമുന്തിരി ഒരു 5-8 ഒരു 10-12 ഉണക്കമുന്തിരി എന്ത് ചെയ്യുക, അതെടുത്തിട്ട് കറുത്ത ഉണക്കമുന്തിരി എടുക്കാൻ ശ്രദ്ധിക്കുക. അത് എന്ത് ചെയ്യുക, കഴുകിയിട്ട് രാത്രി കിടക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ വെറും വയറ്റിൽ എന്ത് ചെയ്യുക, അത് എടുത്ത് ചവച്ചരച്ചിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇൻറ്റെസ്റ്റൈനൽ മൂവ്മെൻറ്റ് കൂട്ടാനും ഈ ഹാർഡ്നെസ് കുറയ്ക്കാനും ഈസി ആയിട്ട് സ്റ്റൂള് പോകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ സെന്നാമക്കി പോലെയുള്ള സംഗതികളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ എന്ത് ചെയ്യുക, ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല, പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഡോക്ടറെ കാണിക്കണം. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസുകളുണ്ടോ, ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടോ, മറ്റെന്തെങ്കിലും റീസൺസുകളുണ്ടോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യരുത്, മെഡിസിൻ എടുക്കരുത്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിന്നൊക്കെയുള്ള ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹെൽത്ത് മെയിൻ്റെനൻസ് കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ടെസ്റ്റുകൾക്കും ബാക്കി കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ക്ലിയർ ആക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിനി നോർമൽ കോൺസ്റ്റിപ്പേഷൻ ഒന്നുമില്ല, നോർമൽ ശോധനയാണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശീലിക്കുന്നത് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ ശോധന കുറവുള്ള ആളുകൾക്ക് സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.